നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാദം ആളിക്കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇടതുപക്ഷവും BJP. ഇതോടെ കോൺഗ്രസിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുന്ന രാഹുലാണ് കോൺഗ്രസിനും ഈ രാജ്യത്തിനും ആവശ്യമെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. പ്രതിച്ഛായ നിലനിർത്താൻ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണണം. ഇന്നത്തെ വാർത്തകൾ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി നിർണായക പരീക്ഷണം. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ശ്രീഹരിക്കോട്ടയിൽ. ക്രൂ മൊഡ്യൂൾ ലാൻഡിങ്ങിനുള്ള പാരച്യൂട്ടുകളുടെ പ്രവർത്തനം വിലയിരുത്തും. പരീക്ഷണം നടത്തുന്നത് ISROയും നാവികസേനയും സംയുക്തമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തം. കോൺഗ്രസിനുള്ളിൽ ഭിന്നാഭിപ്രായം. കടുത്ത നിലപാടുമായി VD സതീശൻ. രാജിക്കായി പ്രതിഷേധം ശക്തമാക്കാൻ BJPയും DYFഐയും. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP. മുൻപുയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ആളാണ് രാഹുൽ ഗാന്ധി എന്ന ആരോപണം. തെറ്റായ ദിശയിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. പ്രവാസികൾക്കായുള്ള നോർക്ക ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെ 14,000-ഓളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കും. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം 22 മുതൽ. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തണമെന്ന സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലം കോർപ്പറേഷൻ. ജനവാസ മേഖലയിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ. കോർപ്പറേഷനെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എന്തായാലും രണ്ട് അഭിപ്രായമാണ് അങ്ങനെ തുടരുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഒരു വിഭാഗം പറയുന്നത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. പക്ഷേ മറ്റു വിഭാഗം പറയുന്നത് രാജിവെച്ചാൽ അത് വിവാദങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് മറ്റവർ പറയുമ്പോഴും അത് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് മറുവിഭാഗം അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് നിർണായകം. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ പാലക്കാടുള്ള ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നു അഗ്നിശുദ്ധി വരുത്തി രാഹുൽ തിരിച്ചു വരണം, അതാണ് ആവശ്യം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്? അത് തന്നെയല്ലേ അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനുൾപ്പെടെ. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ VD സതീശനെ കണ്ടുപോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ VD സതീശനെ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തിയിലൂടെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. ആ ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി, അത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജി, നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിരുന്നു. ഇനി MLA സ്ഥാനത്ത് നിന്നുകൂടി ഒരു രാജി ആവശ്യമാണ് എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, മറ്റൊരു വിഭാഗം പറയുന്നത് ഈ രാജിവെക്കുകയാണെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തെ മറികടക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ തിരികെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന ഒരു തീരുമാനത്തിലാണ് മറ്റൊരു വിഭാഗമുള്ളത്. അത്തരത്തിൽ ഇതിനെ മറികടക്കണം എന്നൊരു തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കും എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാര്യം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പല പ്രോഗ്രാമുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് പല പ്രോഗ്രാമുകളിൽ നിന്നും സർക്കാർ തലത്തിൽ തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ
രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പ്രതിപക്ഷ കക്ഷികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. BJPയും അതുപോലെ തന്നെ LDFന്റെ യുവജന വിഭാഗം അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിവിധ പരിപാടികളിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളുമായി മുന്നോട്ടെത്തുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തന്റെ നാട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയും രാഹുൽ മാങ്കൂട്ടം തന്റെ അടൂരിലെ വസതിയിൽ പാലക്കാട് നിന്നുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച അടക്കം നടത്തിയിരുന്നു. ഒരു വിഭാഗം അവിടെയും ഇപ്പോഴും പറയുന്നത് രാജി വേണമെന്നൊരു വിഭാഗം പറയുമ്പോഴും മറ്റൊരു വിഭാഗം രാജി വെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഗ്നിശുദ്ധി വരുത്തി തിരികെ വരണം എന്നുള്ള നിലപാടിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനുള്ള ഒരു സമയം ഇപ്പോഴില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കോൺഗ്രസിനുള്ള പല നേതാക്കന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതിനൊരു സമയമില്ല, രാജിവെച്ച് തിരികെ വരിക എന്ന് പറയുന്ന ഒരു സമയം അതിനില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഒരു വിഭാഗം എത്തിയിരിക്കുന്നത്. അതേസമയത്ത് തന്നെ ശ്രീജ സൂചിപ്പിച്ച യൂത്ത് കോൺഗ്രസിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു അസ്വാരസ്യം കൂടി ഇതിനുള്ളിൽ തുടർന്നു പോകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ രാഹുലിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. ഒന്നുകിൽ നേരത്തെ തന്നെ ഈ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്ന കാര്യത്തിൽ ഒറ്റ അഭിപ്രായമായിരുന്നുവെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്ന കാര്യത്തിലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഒപ്പം തന്നെ എതിരെയുള്ള സംസ്ഥാനങ്ങളടക്കം നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഗ്രൂപ്പിലടക്കം രാഹുൽ പോയതിനു ശേഷം ആര് ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ചേരിപ്പോരുകൾ നമ്മൾ കണ്ടതാണ്. അതും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിന്മേൽ രണ്ടഭിപ്രായമാണ് കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ശരി രജിത്ത്, എന്തായാലും ഇന്നും പ്രതിഷേധം ശക്തമാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണ്, അത് തന്നെയാണ് നിർണായകമാകുന്ന. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത്ത്. എന്തായാലും നമുക്കിനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോയി വരാം. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത്. മുൻപുയർത്തിയ ആരോപണങ്ങളിൽ പിൻവാങ്ങിയ ആളാണ് രാഹുൽ ഗാന്ധി എന്നാണ് BJP ആരോപണം. സ്വന്തം MPമാർക്ക് പോലും രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമില്ല എന്നും പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ചുമതലയല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നിർവഹിക്കുന്നതെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. തെറ്റായ ദിശയിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഊർജ്ജം പകരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. കുസ്ത്ബാഗിൽ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഏറെക്കുറെ ദേശീയ രാഷ്ട്രീയം അങ്ങനെ കറങ്ങുന്നത്. ഈ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു. ശക്തമായി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് BJPയും രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഷീജ, അതിശക്തമായ പ്രചരണമാണ് ബീഹാറിൽ SIR ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയിലൂടെ നടക്കുന്നത്. ആ സമയത്താണ് വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. പ്രധാനമന്ത്രി അതിന് തുടക്കമിട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ കേന്ദ്രമന്ത്രിമാരായി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുമെന്ന്. അതിന്റെ ഭാഗമായി തന്നെയാണ് കിരൺ റിജിജു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നു. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് പോവുകയൊക്കെ. അതിന്റെയൊക്കെ അവസ്ഥ എന്തായി, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്തായി എന്നുള്ളത് എല്ലാവരും പരിശോധിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് റഫേൽ അടക്കമുള്ള സംവിധാനങ്ങളിലും ആയുധ ഇടപാടുകളിലൊക്കെ തന്നെ അഴിമതി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തൊക്കെ തന്നെ ഉന്നയിച്ചു. പിന്നീട് അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സമാനമായ സ്ഥിതിയാണ് ഈ വോട്ട് മോഷണവും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന യാത്രയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ചുമതല നിർവഹിക്കാതെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അത് പാർലമെന്റ് അകത്തും പുറത്തും സമാനമായ രീതിയിൽ തന്നെ ഒരു തരത്തിലും പ്രതിപക്ഷ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഊർജ്ജം പകരുന്ന നിലപാടുകൾ പലപ്പോഴും എടുക്കുന്നു. തെറ്റായ ഗതിയിലൂടെയാണ്
രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, RSSന്റെ നേതാക്കൾ ഇവരെല്ലാം തന്നെ ഏത് തരത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ യാത്രയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ പ്രവർത്തനങ്ങളെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ സഖ്യത്തിന്റെയും പ്രവർത്തനങ്ങളെ നേരിടുക എന്ന വളരെ കൃത്യമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത് ബീഹാറിലെ ജനതയ്ക്ക് പ്രതിപക്ഷ സഖ്യത്തിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല ഇപ്പോഴും നിരവധി ആളുകൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ്. അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബീഹാറിൽ വലിയ അവഗണന നേരിടുന്നുണ്ട്. അത് മറികടക്കാൻ അവർക്ക് മുന്നോട്ട് വരാൻ ആവശ്യമായ നടപടികൾ, നീക്കങ്ങളെല്ലാം തന്നെ പുതിയ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി യാത്രയിലുടനീളം പറയുന്നത്. അതിനിടയിൽ തന്നെ ജനസൂരജ് സംവിധാനത്തിന്റെ ഭാഗമായി പ്രശാന്ത് കിഷോർ ഇന്നലെ ബീഹാറിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനിശിതമായ ഭാഷയിലാണ് പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച രണ്ടു കൂട്ടരും ബീഹാറിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു, അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് വോട്ടർ പട്ടിക ക്രമക്കേടായി ബന്ധപ്പെട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ നിലവിൽ ബീഹാറിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന്. ശരി പ്രശാന്ത്, എന്തായാലും ബീഹാർ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തുണ്ട്. വോട്ടറധികാര യാത്രയുമായി രാഹുലും മുന്നോട്ട് തന്നെയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. എന്തായാലും ഒരു നിർണായക പരീക്ഷണം അല്പസമയത്തിനകം ഉണ്ടാകും. അത് ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണമാണ്. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലാണ് നടക്കുക. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3-5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മൊഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ സാധിക്കുന്നു എന്നാണ് പരീക്ഷണത്തിലൂടെ നോക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ക്രൂ മൊഡ്യൂൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഇതിനു വേണ്ടിയുള്ള ട്രയൽ റൺ ശ്രീഹരിക്കോട്ടയിൽ നടത്തുകയാണ്. ഗഗൻയാനിന്റെ ആളില്ലാ ദൗത്യം ഡിസംബറിൽ ISRO നടത്താനിരിക്കുകയാണ്. പ്രവാസികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി അത് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ത്യയിലെ 14,000-ഓളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ ഒരു പദ്ധതി. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ എന്തായാലും അടുത്ത മാസം 22-ന് തുടങ്ങുമെന്നാണ് നോർക്ക പ്രതിനിധികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് 13,275 രൂപയാണ് വാർഷിക പ്രീമിയം. അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വീതം നൽകണം. വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 7,965 രൂപ നൽകിയാൽ മാത്രം മതി. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് നോർക്ക കെയറിന്റെ പ്രത്യേകത. കേരളത്തിലെ 410 ആശുപത്രികളടക്കം ഇന്ത്യയിൽ 14,000 ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും 14,000-ലധികം ഇന്ത്യയിലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനമുണ്ട്. നോർക്ക ID കാർഡ് പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിലെ ഭാഗമാക്കിയിരിക്കുന്നത്. അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെ അംഗങ്ങളാകാം. നവംബർ 1-നാണ് പദ്ധതി നിലവിൽ വരുന്നത്. ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ചേർക്കുന്നതിന്റെ ഭാഗമായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ UAE-യിൽ വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണനൊപ്പം നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി, സെക്രട്ടറി ഹരികിഷോർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ഈ മാലിന്യ പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം. ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമായി നടത്തണമെന്ന സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുകയാണ് കൊല്ലം കോർപ്പറേഷൻ. നഗരത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തായി, അതായത് ജനവാസ മേഖലയിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ നിക്ഷേപിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ്. സംഭവം എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് കോർപ്പറേഷനെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ടൗണിന്റെ ഒത്ത നടുവിലായുള്ള സ്ഥലം.
മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ വാർഡായ താമരക്കുളം ഡിവിഷനിൽപ്പെട്ട സ്ഥലം. മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതാകട്ടെ കോർപ്പറേഷനിലെ ജീവനക്കാരും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും കുന്നുകൂടിയതോടെ തെരുവുനായ്ക്കളുടെ ശല്യവും കൂടി. ഇതിനു സമീപത്തായി അങ്കണവാടിയും 20ഓളം കുടുംബങ്ങളുമുണ്ട്. പകർച്ചവ്യാധികളുടെയും ഇഴജന്തുക്കളുടെയും പേടിയിലാണ് ഈ കുടുംബങ്ങൾ. മാലിന്യ കൂമ്പാരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ തെരുവുനായ്ക്കൾ പെറ്റുപെരുകുന്നു. ഇങ്ങോട്ട് വരുന്ന എല്ലാം പുറത്തുള്ള ചവറുകൾ, അങ്ങോട്ട് നിന്ന് റോട്ടിൽ ഇരുന്ന് വരും, ഇങ്ങോട്ട് ഇരുന്ന് വരും. വണ്ടി കണക്ക് കൊണ്ട് തട്ടും അവർ, നേരം വെളുത്ത് ഇരുട്ടുന്നവര്. കോർപ്പറേഷൻകാർ പറയാതെയാണ് അവർ കൊണ്ട് തട്ടുന്നത്. ഈ മഴ സമയത്താവുമ്പോൾ വണ്ടി വന്ന് ഇളക്കിയിട്ട് തിരിക്കുമ്പോൾ ഇരുട്ടി ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു വാടക ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. സമീപത്തെ കടകളിൽ നിന്നും മറ്റുമാണ് ഇവിടെ മാലിന്യങ്ങൾ ഇടുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാർ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. KSRTC സ്റ്റാൻഡിനായാണ് മുൻപ് ഇവിടം കോർപ്പറേഷൻ ഏറ്റെടുത്തത്. എന്നാൽ ആ പദ്ധതി നടന്നില്ല. നഗരത്തിനു നടുവിലും കോർപ്പറേഷനു സമീപത്തുമായുള്ള ഇവിടം മറ്റു പല പദ്ധതികൾക്കുമായി വിനിയോഗിക്കാം എന്നിരിക്കെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പ് കോർപ്പറേഷന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന മാലിന്യ കൂമ്പാരം, തെരുവുനായ്ക്കളെ വളർത്തിവിടുന്ന ഇടം, ഇത് രണ്ടുമായി ഇന്നിവിടം മാറിക്കഴിഞ്ഞു. നടപടി സ്വീകരിക്കേണ്ട കൊല്ലം കോർപ്പറേഷന്റെ അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ കുറ്റം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പെന്റഗൺ ഇന്റലിജൻസ് ഏജൻസി തലവൻ ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കി അമേരിക്ക. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്താണ് പെന്റഗണിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ജെഫ്രി ക്രൂസിനൊപ്പം മറ്റ് 2 മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് തെറ്റായ വിവരം പുറത്തുവിട്ടതാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ പുറത്താക്കലിന് പിന്നിൽ എന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധസമയത്ത് ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് നടത്തിയ ബോംബാക്രമണങ്ങളിൽ കാര്യമായ കേടുപാടുകൾ നിലയങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ജെഫ്രി ക്രൂസ് പരാമർശിച്ചിരുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന് കേടുപാടുകൾ മാറ്റി യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. അന്ന് ട്രംപ് അസംബന്ധമെന്ന് പറഞ്ഞ് ഇത് തള്ളിയെങ്കിലും പിന്നാലെ നടപടി ഉണ്ടാവുകയായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ആശങ്കയായി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യവകുപ്പിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. നിലവിൽ 7 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 45-കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം മലപ്പുറം സ്വദേശികളായ 47-കാരനും 11-കാരിയും 55-കാരനും കോഴിക്കോട് ജില്ലക്കാരായ 7 വയസ്സുകാരനും 3 മാസം പ്രായമുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇതിന് പുറമെ ഒരാൾ രോഗലക്ഷണങ്ങളോടെയുമുണ്ട്. 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്ന് താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കും 7 വയസ്സുകാരൻ സഹോദരനും കുളത്തിൽ നിന്നും രോഗമുണ്ടായി എന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില എന്നിവ വൈകുന്നേരം 4 മണി മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. MRI, CT മറ്റ് സേവനങ്ങളും ഇന്നു മുതൽ തന്നെ ബ്ലോക്കിൽ ലഭ്യമായി തുടങ്ങും. 2, 3, 4 നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗവും ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI റൂമിൽ പുക ഉയർന്നതിനെ തുടർന്നാണ് മെയ് 2 മുതൽ ബ്ലോക്ക് അടച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊതുമരാമത്ത് വിഭാഗം എന്നിവർ ചേർന്ന സമിതി സുരക്ഷിതത്വം ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. റവന്യൂ അധികൃതരുടെ ഉദാസീനത കൊണ്ട് നഷ്ടപ്പെട്ട ഭൂമി അത് വീണ്ടെടുക്കാനായി 17 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് പാല നീലൂർ സ്വദേശിയായ ചാക്കോ എന്ന ഭിന്നശേഷിക്കാരനും ഭാര്യ ഡേസി. നീതി ലഭ്യമാകാതെ വന്നതോടെ ഇവർ പാലാ സിവിൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരമൊക്കെ നടത്തി. റവന്യൂ ഉദ്യോഗസ്ഥർ തെറ്റായി മറ്റൊരാൾക്ക് പോക്കുവരവ് ചെയ്ത് നൽകിയ സ്ഥലം തങ്ങൾക്ക് തിരികെ പോക്കുവരവ് ചെയ്ത് നൽകണമെന്നുള്ളതാണ് എന്തായാലും ഇവർ ഉന്നയിക്കുന്ന ഒരാവശ്യം. 1986 വിലയാധാര പ്രകാരം വാങ്ങി രാമപുരം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത 4 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ചാക്കോയ്ക്ക് പിന്നീട് നടന്ന റീസർവേ സമയത്ത് നഷ്ടമായത്. മറ്റൊരാളുടെ പേരിൽ ഭൂമി പോക്കുവരവ് ചെയ്തതോടെ ഇവർക്ക് തങ്ങളുടെ വസ്തുവകകൾ നഷ്ടമായി. 2008 മുതൽ ഓഫീസുകൾ കയറിയിറങ്ങുകയും മന്ത്രിമാർ, ജില്ലാ കളക്ടർ, കോടതികൾ എന്നിവിടങ്ങളിലടക്കം പരാതി നൽകുകയും ചെയ്തു. 2018 RDO തെറ്റായി പോക്കുവരവ് ചെയ്ത ഉത്തരവ് റദ്ദാക്കി നൽകിയെങ്കിലും
7 വർഷം കഴിഞ്ഞിട്ടും ശരിയായ പോക്കുവരവ് രേഖ ഇവർക്ക് ലഭിച്ചിട്ടില്ല. RDOയ്ക്ക് കൊടുത്ത് അത് റദ്ദ് ചെയ്ത് ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്തു തരാം, അത് റദ്ദ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നായിരുന്നു 2017 അവർ പറഞ്ഞ്. അത് 2018 റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്തതിന് ശേഷം RDOയ്ക്കെതിരെ എതിർകക്ഷികൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് 2018 ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ഈ കേസ് തടസ്സമല്ല, ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാനെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇടക്കാലം ഉത്തരവിട്ടിരുന്നു. ആ പോക്കുവരവിൽ ഞങ്ങളിവിടെ അപേക്ഷ കൊടുത്തു വന്നാലും ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് തന്നില്ല. കോടതിയുടെയും കളക്ടറുടെയും ഉത്തരവുകൾ സമ്പാദിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. കോടതി നൽകുന്ന ഉത്തരവുകൾക്ക് അപ്പീൽ നൽകാൻ മറുകക്ഷിക്ക് സമയം നൽകാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. കാത്തിരുന്ന് മടുത്തതോടെ ഭിന്നശേഷിക്കാരനായ 78-കാരൻ ചാക്കോയും ഭാര്യ ഡെയ്സിയും സമരവുമായി പാലാ സിവിൽ സ്റ്റേഷന് മുന്നിലെത്തി. ഉച്ചയോടെ തഹസിൽദാർ നേരിട്ടെത്തി ഇവരുമായി സംസാരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയത് ഈ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. അതിനുശേഷം നമ്മുടെ ഫയലുകളെല്ലാം ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ ഫയൽ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ഫയൽ തിരിച്ചു കിട്ടിയതിന് ശേഷം സർവേ റെക്കോർഡുകളും അവരുടെ കൈവശവും പരിശോധിച്ചിട്ട് പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇത്തവണയെങ്കിലും അധികൃതരുടെ വാക്ക് പാഴ്വാക്കാകില്ലെന്ന വിശ്വാസത്തിൽ ചാക്കോയും ഡെയ്സിയും മടങ്ങുകയായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. ഇടുക്കി പീരുമേട്ടിലെ ഹെലിബറിയ തേയിലത്തോട്ടം അത് തുറക്കുന്നതിനായി ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ ഓഫീസിലും ചർച്ച നടത്തി, അതിലും തീരുമാനമായില്ല. എന്തായാലും ഈ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. 25-ന് വീണ്ടും ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. പീരുമേട് ഹെലിബറിയ തോട്ടം ജനറൽ മാനേജർ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ 14-ന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. ജൂലൈ 8-നാണ് ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത്. തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല. ഹെലിബറിയ, സെമിനിവാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത്. 800ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത്. തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. ഞങ്ങൾക്ക് PF അടയ്ക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ എസ്റ്റേറ്റിന്റെ കുറേ സ്ഥലങ്ങൾ വിറ്റപ്പോൾ നിങ്ങളുടെ PF അടയ്ക്കാൻ ഞങ്ങളത് തടഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ PF അടയ്ക്കാനാണ് ഞങ്ങൾ ഈ സ്ഥലം വിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതിൽ 1 രൂപ പോലും ഈ തോട്ടം തൊഴിലാളിക്ക് PF അടയ്ക്കാൻ സാധിച്ചിട്ടില്ല ഈ മാനേജ്മെന്റ്. ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. തൊഴിലാളികളിൽ നിന്ന് പിരിച്ച 58 മാസത്തെ PF തുക കമ്പനി പ്രോവിഡന്റ് ഫണ്ടിൽ അടച്ചിട്ടുമില്ല. പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിലിടപെട്ട് ചർച്ച ആരംഭിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. ക്ഷീര വികസന വകുപ്പിന്റെ മോഹന വാഗ്ദാനത്തിലൊക്കെ പെട്ട് കടക്കണിയിലായൊരു യുവ ക്ഷീര കർഷകയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ഡയറി യൂണിറ്റ് സ്ഥാപിച്ച പത്തനംതിട്ട അടൂരിലെ യുവ ക്ഷീര കർഷക അശ്വതിയാണ് ഇങ്ങനെ കബളിക്കപ്പെട്ടിരിക്കുന്നത്. 10 പശുക്കൾ, ബയോഗ്യാസ്, പുല്ലുകട്ടർ, കറവയന്ത്രം, റബ്ബർ മാറ്റ്, ഇത്രയും ഉൾപ്പെടെ 11,60,000 രൂപ ചെലവ് വരുന്ന പദ്ധതി. സബ്സിഡിയായി 4,64,000 രൂപ. ക്ഷീരകർഷക മേഖലയിൽ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ക്ഷീരവികസന വകുപ്പിന്റെ മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് കടക്കിണിയിലായിരിക്കുകയാണ് അടൂർ നെല്ലിമുകൾ അരുൺ നിവാസിൽ അശ്വതി. അവർ പത്തനംതിട്ടയിൽ നിന്നും പറക്കോടുന്നും എല്ലാം ഉദ്യോഗസ്ഥർ വന്നിട്ട് കണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പറഞ്ഞു തന്നെല്ലാം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണ്. ബാങ്ക് വഴി നമുക്ക് ലോണും കിട്ടി. അന്നേരം ലോൺ കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് പിന്നെ ഈ ഫണ്ട് MSDB പദ്ധതി തന്നെ നിർത്തിവെച്ചു എന്നുള്ളത്. പ്രവർത്തന ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പദ്ധതി നിർത്തിവെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് അടയ്ക്കാനുള്ള മാർഗം ഇപ്പം കാണുന്നില്ല. 2 പശുക്കളെ വളർത്തി ഉപജീവനം കഴിയുന്നതിനിടെയാണ് ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയിൽ അശ്വതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടെ ബാങ്ക് ലോണും കടം വാങ്ങിയ പൈസയുമെല്ലാം സ്വരുക്കൂട്ടി ഡയറി ഫാം ആരംഭിച്ചു. എന്നാൽ സബ്സിഡി ഉൾപ്പെടെ നൽകാൻ പദ്ധതിയിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ് വകുപ്പ് കൈമലർത്തുകയായിരുന്നു. നമ്മൾ സാധാ ഒരു വീട്ടമ്മ ക്ഷീരകർഷക എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അന്നേരമാണ് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഈ സ്കീമിലോട്ട് ചേര് 10 പശുക്കളായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവും പശുക്കൾ മെൽമയ്ക്ക് അത്രയും പശുക്കൾ കൂട്ടിയെടുക്കുക, പശുക്കൾ കുറവുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത്. ഈ ഓരോ പദ്ധതികൾ ഓരോ പേരിട്ട് ആവിഷ്കരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെക്കുമ്പം കർഷകർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കൂടെ ക്ഷീരവകുപ്പ് മനസ്സിലാക്കണം. നിലവിൽ കിട്ടുന്ന വരുമാനം ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പോലും തികയുന്നില്ല. ഫാമിൽ വരുന്ന മറ്റു ചെലവുകൾ വേറെ. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അശ്വതി.
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ഈ യുവ കർഷകയുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വള്ളംകളി അതൊരു വലിയ ആവേശം തന്നെയാണ്. അതുപോലെ ആവേശം നൽകുന്ന ഒരു സാധനമാണ് ഈ കമൻട്രി എന്ന് പറയുന്നത്. ആ കമൻട്രി സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആലപ്പുഴയിൽ കൊടുപ്പുന ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സോജൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കമൻട്രി പറയുക എന്നതാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ഒരു ആഗ്രഹം. വർണ്ണങ്ങൾ തുടിക്കുന്നു മണിനാഗത്താന്മാരെ പോലെ പുന്നമടയിൽ 3 കരിനാഗങ്ങൾ ഇതാ ഒരുമിച്ച് വരുന്ന കാഴ്ച. 10 വിരിച്ച് ചീറിയെടുക്കുന്ന സർപ്പ സൗന്ദര്യം, കരിനാഗങ്ങളുടെ സർപ്പ സൗന്ദര്യം കാണണമെങ്കിൽ പുന്നമടയുടെ ഈ ദൃശ്യങ്ങളിലേക്ക് കണ്ണോടിക്കുക. രാജകീയമായ വരവാണിത്. പുന്നമടയെ കീറിമുറിച്ച് മിന്നൽ വേഗത്തിൽ തുഴയെറിഞ്ഞ് സമയത്തിന്റെ സെക്കൻഡ് സൂചികളെ നിശ്ചലമാക്കി അവർ കടന്നു വരികയാണ്. പുന്നമടയുടെ ഓളപ്പരപ്പിൽ കരുതാകങ്ങളെപ്പോലെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചങ്ങനെ പായുമ്പോൾ ആ മത്സരാവേശത്തിന് കൊഴുപ്പേകി ആസ്വാദകരുടെ കാതുകളിൽ ജലോത്സവത്തിന്റെ വീറും വാശിയും അതേപടി അടയാളപ്പെടുത്തുന്നവരാണ് കമന്റേറ്റർമാർ. ആ ശബ്ദവീചികൾ മുഴങ്ങിക്കേൾക്കാതെ ജലോത്സവം ഒരിക്കലും അർത്ഥപൂർണമാകില്ല. ഇതാ PBCയുടെ പീരങ്കിപ്പട, കൈനകരിയുടെ മിസൈൽ പട, വെടിയുണ്ട പോലെ പോലീസും, ഇതാ വിയപുരവും നടുഭാവവും മഹാദേവയുടെ കാട്ടിത്തക്കലും, PBC, UBC, അതേ PBC, UBC, KPBC അല്പം മുന്നിലേക്ക് പള്ളാത്തുരുത്തിയുടെ വിയപുരം കൈനകരിയുടെ കോട്ട പിടിച്ചടക്കുന്ന കാഴ്ച. കൈനകരിയുടെ കോട്ടകളിലേക്ക് പള്ളാത്തുരുത്തി ഇടിച്ചു കയറുന്നു. നെഞ്ചകങ്ങളിലേക്ക് ഇടിനാദം മുതൽ ഇതാ പള്ളാത്തുരുത്തിയും നടുഭാഗവും പോലീസും കടന്നു പോകുന്നു. ഈ മുഴങ്ങിക്കേട്ടത് ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ എളിയ പരിശ്രമമാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. വള്ളംകളി കമൻട്രിയെ സ്നേഹിച്ച ആലപ്പുഴ കൊടുപ്പുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ സോജിൻ്റെ കമൻട്രി മോഹത്തിൻ്റെ തുടക്കമാണിത്. കായലിൽ വെള്ളമോളം തല്ലും പോലെ ഉയർന്നും താഴ്ന്നും ഈരടികൾ ഉൾച്ചേർത്തും അണമുറിയാതെ ഒഴുകുന്ന കമൻട്രി എന്ന കല ഈ കുട്ടിത്താരത്തിന് അത്രമേൽ പ്രിയങ്കരമായതിൽ ആർക്കാണ് അത്ഭുതപ്പെടുവാൻ കഴിയുക? കുട്ടനാട്ടുകാരുടെ ഈ ആവേശമാണ് സോജിനെയും വള്ളംകളിയോട് അടുപ്പിച്ചത്. ഫുട്ബോൾ കളിക്കിടയിൽ കമന്ററി അവതരിപ്പിച്ച് ബോളിന് പിന്നാലെ പാഞ്ഞ സോജിന്റെ ഈ കഴിവിനെ ആദ്യം തിരിച്ചറിയുന്നത് സ്കൂളിലെ കൗൺസിലർ കൂടിയായ ഷെറിൻ എന്ന അധ്യാപികയാണ്. പ്രിയപ്പെട്ട അധ്യാപിക പിന്തുണയും പ്രചോദനവുമായി ഒപ്പം ചേർന്നതോടെ സോജിനിലെ കമന്റേറ്ററും വളർന്നു. സ്കൂളിനെ പ്രതിനിധീകരിച്ച് കമന്ററി മത്സരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത സ്കൂളിന് അഭിമാനമായി മാറിയ സോജിൻ സ്കൂൾ ലീഡർ കൂടിയാണ്. അങ്ങനെ എന്നോട് അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് ഇവന് കമൻട്രിയുടെ ആ ഒരു ടേസ്റ്റ് അവന് പറ്റുന്നുണ്ട്. പിന്നെ അവനെ പതിയെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ, നെഹ്റു ട്രോഫിയുടെ കമൻട്രി നിനക്കൊന്ന് കാണാതെ പറയാൻ പറ്റുമോ, നിനക്കറിയുമോ? അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പറയുവാണ്, എനിക്ക് കൈനകരി ഇതിൻ്റെ നന്നായിട്ട് പറയാനായിട്ട്, നെഹ്റു ട്രോഫിയുടെ ആണ് നന്നായിട്ട് പറയാൻ പറ്റും ടീച്ചറെ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് ചോദിച്ചപ്പോൾ അവൻ നല്ല ഭംഗിയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പൊടിതട്ടി മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഒന്ന് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന്. ഇനി ലക്ഷ്യം നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ജലോത്സവ നാളിൽ പുന്നമടയിലെ പവലൈനിൽ കമൻട്രി മൈക്കിന് മുന്നിലേക്ക് 10,000 തിങ്ങി നിറഞ്ഞ വേദിയിൽ ആവേശത്തിൻ്റെ അലയൊലികൾ തീർത്ത് ഫിനിഷിംഗ് പോയിന്റിലൂടെ ജലോത്സവ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് കൂടി ഓടിക്കയറണം. അതുമാത്രമാണ് കുട്ടനാടിൻ്റെ ഈ കുരുന്ന് താരത്തിൻ്റെ ലക്ഷ്യം. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കത്ത്. അങ്ങനെ ഒരു കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോട് ബാലുശ്ശേരി പനങ്ങാട് നോർത്ത് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. സൈക്കിൾ യാത്ര നടത്തുന്ന അജിത് എലത്തൂറിൻ്റെ കൈകളിലാണ് ഇവർ തങ്ങളുടെ കത്തുകൾ പശ്ചിമ ബംഗാളിലെ ഹിക്കിമിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി നൽകിയത്. ആ കത്ത് വിശേഷത്തിലേക്ക്. ഫോണുകളിലൂടെ മാത്രം സന്ദേശം കൈമാറുന്ന പുതുതലമുറയ്ക്ക് കത്തും തപാൽ പെട്ടിയുമൊക്കെ കേട്ടറിവ് മാത്രമുള്ള സംഭവങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബാലുശ്ശേരി പനങ്ങാട് നോർത്ത് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരും സൈക്കിൾ യാത്രാ സ്നേഹിയുമായ അജിത് എലത്തൂരും ചേർന്ന് ഒരു പുതു അനുഭവം സമ്മാനിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം എഴുതിയ കത്തുകൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിക്കിം പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്.
കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിൽ നിന്നും കത്ത് ഇവരുടെ കൈകളിലെത്തും. സൈക്കിൾ യാത്ര സ്നേഹിയായ അജിത് എലത്തൂറാണ് ഈ കത്തുകളുമായി ഹിക്കിമിലേക്ക് തിരിക്കുന്നത്. സൈക്കിളുമായി പുറപ്പെടുന്ന ഓരോ യാത്രയ്ക്ക് പിന്നിലും അജിത്തിന് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. ഇത്തവണത്തെ ലക്ഷ്യം മൺമറഞ്ഞു പോകുന്ന കത്ത് സംസ്കാരം വീണ്ടെടുക്കുക എന്നതാണ്. കുറേ പോസ്റ്റ് ഓഫീസുകളുണ്ട്, ഒക്കെ ചെറിയ പോസ്റ്റ് ഓഫീസുകളാണ്. ഒരു ചെറിയ 4 വരി പെട്ടിക്കട പോലത്തെ അങ്ങനത്തെ പോസ്റ്റ് ഓഫീസുകൾ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ പോസ്റ്റ് കാർഡ് ചോദിച്ചപ്പം ഇല്ല, ആരും കാർഡ് അയക്കാറില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് കുറച്ച് കത്തുകൾ അയച്ചുകൂടാ. അങ്ങനെയാണ് ഈ ഒരു യാത്രയിലേക്ക് തിരിയുന്നത്. അപ്പം 1001 കത്തുകൾ കളക്ട് ചെയ്ത് 1001 ആളുകൾക്കുള്ള അഡ്രസ്സ് കളക്ട് ചെയ്ത് അവിടെ ഹിമാചലിലെ ഹിക്കിം പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കാന്നുള്ള ഒരു ആശയം വന്നത് അങ്ങനെയാണ്. 250ഓളം കത്തുകളാണ് സ്കൂളിൽ നിന്നും അജിത് ഏറ്റുവാങ്ങിയത്. കുട്ടികൾക്ക് ഇതുപോലൊരു അനുഭവം സമ്മാനിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രധാന അധ്യാപകൻ CP സബീഷും പങ്കുവച്ചു. ഇവിടുത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ കത്ത് അവിടെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ ആ കത്ത് തിരിച്ച് ഈ നാട്ടിലെത്തുമ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കത്തെഴുതി അജിത്തിന് നൽകിയ വിദ്യാർത്ഥികൾ ഹിക്കിം പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന ആ കത്തുകൾക്കായുള്ള കാത്തിരിപ്പിലാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിലേക്ക് കത്തുകൾ നൽകിയ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് ആശംസകൾ നേരുന്നു. അജിത്തേട്ടന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഈ വരുന്ന 26-ാം തീയതി അജിത്ത് ഡൽഹിയിലേക്ക് തിരിക്കും. ശേഷം അവിടെ നിന്നും 698 കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ചവിട്ടി കത്തുകളുമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിക്കിം പോസ്റ്റ് ഓഫീസിലെത്തും. അവിടെ ഈ കത്തുകളെല്ലാം പോസ്റ്റ് ചെയ്യും. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി അമൃത TVയുടെ പ്രിയ പ്രേക്ഷകർക്കായി ഒരു സന്തോഷ വാർത്ത. അമൃത TVയുടെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ ഓണത്തിന് പ്രേക്ഷകർക്കായി ലക്ഷങ്ങളുടെ വമ്പൻ സമ്മാനങ്ങൾ. അത്തം മുതൽ 12 ദിവസം ഓരോ മണിക്കൂറും അമൃത TVയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്നവർക്കാണ് സമ്മാനം. അമൃത TV 20ാം ആഘോഷ നിറവിൽ അമൃത TV പ്രേക്ഷകർക്ക് ഈ ഓണം സമ്മാന പെരുമഴയുടേതാണ്. നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ഓരോ മണിക്കൂറിലും അമൃത TV കാണുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വാട്സാപ്പിലോ സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം രേഖപ്പെടുത്തുക. ഓരോ മണിക്കൂറിലും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് സമ്മാനം നൽകും. ഓരോ ദിവസവും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രേക്ഷകന് 1 ലക്ഷം രൂപ മെഗാ സമ്മാനമായി നൽകും. അമൃത TV പ്രേക്ഷകർക്കായി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത TV കാണുന്ന ഓരോ മണിക്കൂറിലും QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് ശരിയുത്തരം അയക്കാവുന്നതാണ്. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. അമൃത TV പ്രേക്ഷകർക്ക് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരവും. ഈ ഓണത്തിന് അമൃത TV പ്രേക്ഷകർക്ക് 12 ദിവസങ്ങൾ കൊണ്ട് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണം ആഘോഷിക്കൂ അമൃത TVയോടൊപ്പം. ഈ ഓണത്തിന് നമ്മൾ അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ജയം. ഇഞ്ചുറി ടൈമിലെ സെൽഫ് ഗോളിലൂടെയാണ് ജയം. 2-3 ഗോളുകൾക്കാണ് ബാഴ്സലോണ ലെവന്റയെ തോൽപ്പിച്ചത്. ബാഴ്സയ്ക്കായി പെഡ്രി, ഫെറാൻ ടോറസ്, ഉനായ് എൽഗസ്ബാൽ എന്നിവരാണ് ഗോളുകൾ നേടിയത്. ലെവന്റയ്ക്കായി ഇവാൻ റൊമേരോ, ജോസ് ലൂയിസ് എന്നിവരാണ് ഗോൾ നേടിയത്.